ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു ആ ചാനൽ. ഇപ്രാവശ്യത്തെ ഓണത്തിന് ചിപ്സ് നമുക്ക് വീട്ടിലുണ്ടാക്കാം. നല്ല രുചിയും മണവുമുള്ള കായ വറുത്തത്. ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം ഒഴിച്ച് അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞളും 1 ടേബിൾ സ്പൂൺ ഉപ്പും ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി വെക്കാം. കായ മുങ്ങിക്കിടക്കുന്നത്ര വെള്ളം വേണം. ഞാനിപ്പോൾ ഇവിടെ 2 നേന്ത്രക്കായാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര നേന്ത്രക്കായ എടുക്കാം. നേന്ത്രക്കായ തന്നെ വേണം, വേറെ ഒരു പഴം വെച്ചും ചിപ്സ് ഉണ്ടാക്കാൻ പറ്റില്ല. ഇതിന്റെ തൊലി കളയുന്നതിനും ഉണ്ട് ഒരു സ്പെഷ്യൽ രീതി. ആദ്യം കായയുടെ മീതെ കത്തി വെച്ച് ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം. കത്തി ഒരുപാട് അങ്ങ് ആഴത്തിലേക്ക് പോവരുത് കേട്ടോ. തൊലിയിലെ ആ കട്ടിയുള്ള ഭാഗമില്ലേ, അതിലൂടെയാണ് ഞാനിപ്പോൾ കത്തി കൊണ്ട് വരഞ്ഞു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് പതുക്കെ ഇങ്ങനെ തൊലി പൊളിച്ചെടുക്കാം. നല്ല വിളഞ്ഞ നേന്ത്രക്കായാണ് എടുക്കേണ്ടത്. ഇതുപോലെ പിങ്ക് ആയിരിക്കും. പഴുത്തത് എടുക്കരുതേ. തൊലി എടുത്ത് ഉപ്പ് വെള്ളത്തിലിട്ട് വെക്കാം. അത് വെച്ചൊരു പണിയുണ്ട്. ഒരു പീസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നമുക്ക് തൊലി എടുത്ത് മാറ്റാം. തൊലി എടുത്ത ശേഷം ഈ വാഴയ്ക്ക മഞ്ഞളും ഉപ്പും ചേർത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ വെള്ളമില്ലേ, അതിലേക്ക് ഇട്ട് വെക്കാം. നല്ലപോലെ മുങ്ങിക്കിടക്കണം. രണ്ടാമത്തെ നേന്ത്രക്കായുടെയും തൊലിയെടുത്ത് മാറ്റി ഈ മഞ്ഞവെള്ളത്തിലേക്ക് മുക്കി വെക്കാം. ഏകദേശം 15 മിനിറ്റ് എങ്കിലും കുറഞ്ഞത് ഈ മഞ്ഞവെള്ളത്തിൽ അങ്ങനെ കിടക്കട്ടെ. ഒരു കുഞ്ഞു ബൗളെടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പൊടിയുപ്പിട്ട ശേഷം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഉപ്പിട്ട് കൊടുത്താൽ വെള്ളത്തിൽ ഇനി അലിയില്ല എന്നതാണ് അതിന്റെ ഒരു പാകം. 15 മിനിറ്റിന് ശേഷം ഏത്തക്കായ പുറത്തെടുത്ത് അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന തൊലിയുടെ ബാക്കി ഭാഗം നമുക്കൊരു പുതിയ സ്ക്രബ്ബർ ഉപയോഗിച്ച് ഒന്ന് ഉരച്ച് കഴുകാം. ഇത് നോക്കൂ, ക്ലീൻ ആയില്ലേ? അടുത്ത ഏത്തക്കയും ഇതുപോലെ നമുക്കൊന്ന് ക്ലീൻ ആക്കാം. 2 ഏത്തക്കായും സ്ക്രബ്ബർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത ശേഷം നല്ല വെള്ളത്തിൽ 2-3 പ്രാവശ്യം കഴുകി ഒരു വൃത്തിയുള്ള തുണിയെടുത്ത് നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കണം. ഇതിനെ ഒരു സ്ലൈസർ ഉപയോഗിച്ച് നമുക്ക് സ്ലൈസ് ചെയ്യാം. ഇനി അഥവാ നിങ്ങളുടെ വീട്ടിൽ സ്ലൈസർ ഇല്ലെങ്കിൽ കത്തി വെച്ചും വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കണം. ഇതാണ് അതിന്റെ തിക്നെസ്. കത്തി ഉപയോഗിച്ചാണ് മുറിക്കുന്നത് എങ്കിൽ എല്ലാ പീസസും ഈക്വൽ തിക്നെസ് ആയിരിക്കാൻ ശ്രദ്ധിക്കണം. 2 നേന്ത്രക്കായും നമ്മൾ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അതിനൊന്ന് വിടർത്തി വിടാം. എണ്ണയിലിട്ടാൽ വിടരും, എങ്കിലും നമുക്കൊന്ന് അടർത്തി മാറ്റാം. അപ്പൊ നമുക്ക് ചിപ്സ് ഉണ്ടാക്കി തുടങ്ങാം. എണ്ണ നല്ലപോലെ ചൂടാവണം. ആദ്യം നമുക്കൊരു പീസ് ഇട്ട് നോക്കാം. അത് പെട്ടെന്ന് പൊന്തി വരികയാണെങ്കിൽ എണ്ണ നല്ലപോലെ ചൂടായി എന്നാണ് അർത്ഥം. എണ്ണ നല്ലപോലെ ചൂടായ ശേഷം മാത്രമേ നമുക്ക് സ്ലൈസസ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഞാനിപ്പോൾ പാതിയോളം സ്ലൈസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഫോർക്ക് ഉപയോഗിച്ച് അതെല്ലാം ഒന്ന് വിടർത്തി വെക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇത് കിടക്കട്ടെ. 2 മിനിറ്റ് കഴിയുമ്പോൾ പതയെല്ലാം ഒന്ന് അടങ്ങും. അപ്പോൾ ഫ്ലെയിം ഒന്ന് മീഡിയം ആക്കിയ ശേഷം തുടരെ ഇളക്കി ഫ്രൈ ചെയ്യണം. 6-7 മിനിറ്റ് എങ്കിലും ആവും അതൊന്ന് ഫ്രൈ ആയി വരാൻ. ചിപ്സും ശർക്കര ഉപ്പേരി എല്ലാം ഓണത്തിന് 2-3 ദിവസം മുൻപ് തന്നെ നമുക്ക് ഉണ്ടാക്കി വെക്കാം. അങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ചിപ്സ് എല്ലാം ക്രിസ്പി ആയിട്ടുണ്ട്. നിങ്ങൾക്കത് കേൾക്കാലോ. വെള്ളത്തിൽ എക്സസ് ഉപ്പിട്ടതുകൊണ്ട് ഇപ്പോഴും ഉപ്പ് അലിഞ്ഞിട്ടില്ല. ചിപ്സിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഉപ്പ് വെള്ളമില്ല, അത് 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ ഒഴിച്ചു കൊടുക്കരുത്. അതിനുശേഷം നമുക്ക് തുടരെ ഇളക്കാം. ആദ്യം ഒന്ന് പൊന്തി വരും, പിന്നെ പതുക്കെ അതൊന്ന് അടങ്ങും. ഉപ്പ് വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ചൊന്ന് മാറി നിന്ന് ഒഴിക്കണം. പതയെല്ലാം അടങ്ങിയിട്ടുണ്ട്. സ്റ്റവ് ഒന്ന് നമുക്ക് ഹൈ ഫ്ലെയിമിലേക്ക് ആക്കാം. കുറച്ച് സമയം കൂടെ ഫ്രൈ ചെയ്ത ശേഷം ചിപ്സ് കോരി മാറ്റാം. ഹൈ ഫ്ലെയിമിലിട്ട് വേണം നമുക്ക് ചിപ്സ് എടുക്കാൻ, അല്ലെങ്കിൽ ചിപ്സ് എണ്ണ കുടിക്കും. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ബാച്ച് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള സ്ലൈസും നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. സാധാരണ എണ്ണയിലേക്ക് ഡയറക്റ്റായാണ് നേന്ത്രക്കായ സ്ലൈസ് ചെയ്ത് ഇടാറ്. എണ്ണ തെറിക്കാതിരിക്കാൻ നമ്മൾ കുറച്ചുകൂടി സേഫ്റ്റിക്കായാണ് നേരത്തെ മുറിച്ച് വെച്ച ശേഷം എണ്ണയിലേക്ക് ഇടുന്നത്. മാത്രമല്ല നമ്മൾ കുറച്ച് മാത്രമല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. എപ്പോഴും കുറച്ച് കൂടുതൽ എണ്ണയിൽ ചിപ്സ് വറുത്തെടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ മുഴുവൻ ചിപ്സും നമ്മൾ വറുത്തെടുത്തു. നല്ല ക്രിസ്പിയാണ്, കണ്ടില്ലേ? ഒരിക്കലെങ്കിലും ഈ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. ഒരു റെസിപ്പി പെർഫെക്റ്റ് ആയി വരുമ്പോഴുള്ള സന്തോഷം ഉണ്ടല്ലോ, അത് ഒന്ന് അനുഭവിച്ചറിയന്നെ വേണം. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം കമന്റായി അറിയിക്കുമല്ലോ. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ചിപ്സ് ഉണ്ടാക്കി ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ എടുത്തു വെക്കാം. അടുത്ത ദിവസം അടുത്ത റെസിപ്പിയുമായി വരാം. ബൈ.